നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അതുമാത്രമല്ല മറ്റു ചില കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല. ഈ ആപ്ലിക്കേഷൻ ഇന്നലെ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മണി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗോകുലം കേരള 24 വയസ്സുകാരനായ മാലി സ്വദേശിയാണ് ഇദ്ദേഹം. 5 ഫീറ്റ് 11 ഇഞ്ച് ഉയരമുള്ള ഈ താരം ഫോർവേഡ് പൊസിഷനാണ് കളിക്കുന്നത്. 2019 2020 വരെ ബൈലസ് ബാലിഷ് എന്ന ക്ലബിന് വേണ്ടി 26 അപ്പിയറൻസ് നടത്തുകയും 10 ഗോളുകൾ നേടുകയും ചെയ്തു. നിലവിൽ ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ 2.2 കോടി രൂപയാണ്. ഇന്നലെ നടന്ന കോൽക്കട്ടൻ ഡെർബിയിൽ വിജയം നേടിയ ATK മോഹൻ ബഗാന്റെ ആരാധകർ വൻ ആഘോഷം തന്നെയാണ് കോൽക്കട്ടൻ നഗരത്തിൽ നടത്തിയത്. കോവിഡ് മഹാമാരിയുടെ ഈ കാലത്ത് പോലും മികച്ച ആഘോഷങ്ങൾ തന്നെയാണ് അവിടെ നടന്നത്. ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ATK മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത്. റോയ് കൃഷ്ണയുടെ ഒരു സൂപ്പർ ഗോളും അവസാന നിമിഷങ്ങളിൽ മൻവീർ സിംഗിന്റെ ഒരു മികച്ചൊരു ഗോളും നമ്മൾ കണ്ടതാണ്. ഇതോടെ 2 വിജയത്തോടെ 6 പോയിന്റുമായി ATK മോഹൻ ബഗാൻ 1-ാം സ്ഥാനത്ത് തന്നെ നിലവിൽ നിൽക്കുകയാണ്. ഒന്നാമത്തെ ഹാഫിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈസ്റ്റ് ബംഗാൾ രണ്ടാമത്തെ ഹാഫിലായിരുന്നു 2 ഗോളുകളും വഴങ്ങിയത്. റോയ് കൃഷ്ണയുടെ ഈ സീസണിലെ 2ാമത്തെ ഗോളും കൂടിയാണ് ഇന്നലെ ഇദ്ദേഹം നേടിയത്. ഇന്ത്യൻ ടീമിനും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കും വൻ സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ 104-ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. 109-ാം സ്ഥാനത്ത് നിന്നാണ് നിലവിൽ 104-ാം സ്ഥാനത്തിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് ആഘോഷിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇത്. കാരണം 5 സ്ഥാനങ്ങളാണ് ഇവർ 2 മാസത്തിനുള്ളിൽ മാറിയത്. ഇന്നത്തെ ISL മത്സരം നടക്കുന്നത് ബംഗളൂരു FC vs ഹൈദരാബാദ് FC മത്സരമാണ്. ഫട്ടോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30ക്കാണ് മത്സരം നടക്കുവാൻ പോകുന്നത്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് vs ചെന്നൈയിൻ FC മത്സരമാണ് നാളെ നടക്കുവാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു ഡ്രോയും ഒരു തോൽവിക്കു ശേഷമാണ് 3ാമത്തെ മത്സരത്തിൽ ഇറങ്ങുവാൻ പോകുന്നത്. ചെന്നൈയിൻ FC ആകട്ടെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു വിജയം നേടിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ മത്സരത്തിൽ ആദ്യ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവേണ്ട 5 വിദേശ താരങ്ങളുടെ പേര് താഴെക്കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുമാത്രമല്ല നാളത്തെ മത്സരത്തിന്റെ നിങ്ങളുടെ പ്രഡിക്ഷനും താഴെക്കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ അവരുടെ ആദ്യ വിജയം തേടിയാണ് നാളെ ഇറങ്ങാൻ പോകുന്നത്. നാളത്തെ മത്സരത്തിൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ രാഹുൽ KP എന്ന താരം ആദ്യ മത്സരം കളിക്കാൻ ഇടയുണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്ന രസമായിട്ടും ഫ്രം ദിസ് ചാനൽ. ബൈ.